ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ട്രാവൽ തുമ്പി ചാനൽ. ട്രാവൽ തുമ്പിയുടെ അടുത്തൊരു എപ്പിസോഡ് ഇവിടെ തുടങ്ങിയിട്ടുണ്ടോ. നമ്മൾ ഇത്തവണ യാത്ര ചെയ്യുന്നത് വിയറ്റ്നാമിലേക്കാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് സിംഗപ്പൂർ എയർപോർട്ടിലാണ്. കോയമ്പത്തൂരിൽ നിന്ന് ഞങ്ങൾ സിംഗപ്പൂരിലേക്ക് വന്നു. സിംഗപ്പൂരിൽ നിന്നാണ് ഞങ്ങൾക്ക് കണക്ഷൻ ഫ്ലൈറ്റ്. സ്കൂട്ട് എയർലൈൻ എന്ന് പറയുന്ന, ഞാൻ ഇതുവരെ യാത്ര ചെയ്തിട്ടില്ല, സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ഒരു ബഡ്ജറ്റ് എയർലൈൻസ് ആണത്. അപ്പോൾ അങ്ങനെ സിംഗപ്പൂരിലെത്തി. ഈ സിംഗപ്പൂരിൽ ഞങ്ങൾക്കൊരു 4 മണിക്കൂർ ലേ ഓവർ ഉണ്ട്. അപ്പോൾ ഈ ലേ ഓവർ സമയത്ത് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ ഉണ്ടില്ലേ, ഇതൊക്കെ ഒരു എയർപോർട്ടാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അല്ലേ. ഒരു എയർപോർട്ടിനകത്ത്, ചാങ്കി എയർപോർട്ട് എന്നാണ് ഈ എയർപോർട്ട് അറിയപ്പെടുന്നത്. ഏഷ്യയിലെ നമ്പർ 1 എയർപോർട്ടുകളിൽ ഒന്നാണ്. അപ്പോൾ ഇവിടെയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് വേണം നമുക്ക് ഇനി വിയറ്റ്നാമിലേക്ക് പറക്കാനായിട്ട്. അപ്പം ഞാൻ തേജുവിനെയും കൂട്ടി ആ ടെർമിനലിലേക്ക് ഇങ്ങനെ നടന്നിട്ട് അവിടെയുള്ള കാഴ്ചകളും ആ പച്ചപ്പും മരങ്ങളും അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ അവർ ഈ പരിപാലിക്കുന്നുണ്ട് ഈ എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ. അതൊക്കെ കണ്ടു നടക്കാൻ തന്നെ നല്ല രസമാണ്. നാല് മണിക്കൂർ ലേ ഓവർ ഉള്ളതുകൊണ്ട് സിംഗപ്പൂർ എയർപോർട്ടിലെ കാഴ്ചകൾ കണ്ടു. പിന്നീട് ലോഞ്ചിലൊക്കെ ഇരുന്ന് കുറച്ച് സമയം ചിലവഴിച്ച് ഞങ്ങൾ അടുത്ത ഫ്ലൈറ്റിലേക്ക് കയറിയാണ്. കണക്ഷൻ ഫ്ലൈറ്റ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഇനി നമ്മൾ വിയറ്റ്നാമിലെ ഫുക്കോക്ക് ഐലൻഡിലേക്കാണ് പോകുന്നത്. സ്കൂട്ട് എയർലൈൻസ് തന്നെയാണ്, പക്ഷെ കുറച്ചുകൂടി സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഫ്ലൈറ്റ് ആണ് കേട്ടോ. 2 മണിക്കൂർ യാത്ര ഉള്ളെങ്കിലും അത്യാവശ്യം സൗകര്യമുള്ളൊരു ഫ്ലൈറ്റ് ആണ്. സിംഗപ്പൂരിൽ നിന്ന് 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം ഇതാ ഞങ്ങളിപ്പോൾ വിയറ്റ്നാമിന്റെ മണ്ണിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. മറ്റൊരു ഏഷ്യൻ രാജ്യത്തേക്ക് ഞങ്ങൾ എത്തിയിരിക്കുന്നു. ആദ്യം പോകുന്നത് ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന റിസോർട്ടിലേക്കാണ്. ഇവിടെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു ഫ്രണ്ടിനെ കിട്ടി. വിയറ്റ്നാമിൽ വന്നിട്ട് ആദ്യം പരിചയപ്പെടുന്ന വിയറ്റ്നാംകാരൻ്റെ പേരും പിന്നെ അയാളുടെ സംഭാഷണവും നമുക്കങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുന്നില്ല. ഇംഗ്ലീഷ് പറയുന്നുണ്ട്, എന്നാലും അവരുടെ ഒരു ആക്സെന്റ് കലർന്നതുകൊണ്ട് മനസ്സിലാക്കാൻ കുറച്ച് പാടാണ്. ഹായ് തായ്. Hello, and family and my friend for you. You coming in Vietnam Phu Island? Yes. I hope and today you and my friend for you go and everywhere. You and Sachet House and Winber Sabah. തായ് ഞങ്ങളുടെ വിയറ്റ്നാമിന്റെ പ്രത്യേകതകളും അതുപോലെ ഫുക്കോക്ക് ഐലൻഡിൽ എവിടെയൊക്കെയാണ് കാഴ്ചകൾ, പ്രധാനപ്പെട്ട അട്രാക്ഷൻസ് ഏതൊക്കെയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയുണ്ട്. ആള് നല്ലൊരു സംസാരപ്രിയനാണ്, അതുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പ്രധാന ഹൈവേ പിന്നിട്ടിട്ട് ഒരു ചെറിയൊരു വഴിയിലൂടെ കയറി ഇവിടുന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ ഞങ്ങളുടെ റിസോർട്ട് എത്തും. ബീച്ചിനോട് ചേർന്നിട്ട് തന്നെയാണ് റിസോർട്ട് ഉള്ളത്. ഞങ്ങളെങ്ങനെ റിസോർട്ടിലേക്ക് എത്തി. ഫുക്കോക്ക് ഐലൻഡിൽ ഞങ്ങൾ ഇനി 2 നൈറ്റ് താമസിക്കാൻ പോകുന്ന റിസോർട്ടാണ് കാണുന്നത്. നല്ല വിശാലമായൊരു റിസോർട്ട് തന്നെയാണ്. ഒരു കോട്ടേജ് പോലത്തെയുള്ള റൂമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. ഞാനിത് ബീച്ചിനോട് ചേർന്നിട്ടുള്ള റിസോർട്ട് booking.com വഴി കണ്ടുപിടിച്ചതാണ്. അത്ര വലിയ കോസ്റ്റ് ഒന്നുമില്ല. ഒരു നൈറ്റിന് ഏകദേശം 2500-2800 രൂപയുള്ള ടാക്സ് ഉൾപ്പെടെ. ബീച്ചിനോട് ചേർന്നായതുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് ബീച്ച് ആക്സസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ റൂമിലേക്ക് ഞങ്ങളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നേരെ ബീച്ചിലേക്ക് ഇറങ്ങി. ഇപ്പോൾ സൺസെറ്റ് സമയമാണ്, ഞങ്ങൾ വൈകുന്നേരമാണല്ലോ വന്നത്. അപ്പോൾ സൺസെറ്റ് സമയമായതുകൊണ്ട് നിരവധി ആളുകളൊക്കെ ബീച്ചിൽ കുളിക്കാനൊക്കെ എത്തിയിട്ടുണ്ട്. അതുപോലെ ആ സൺസെറ്റിൻ്റെ മനോഹരമായ കാഴ്ചയൊക്കെ ഒന്ന് പകർത്താൻ വേണ്ടി ഞാൻ നേരെ ബീച്ചിലേക്ക് നടന്നു. ബീച്ചിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നടക്കുകയാണ്. ഗൾഫ് ഓഫ് തായ്ലൻഡിൻ്റെ ഒരു തീരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. അതായത് ഇത് നമ്മളുടെ അറബിക്കടൽ അല്ലെങ്കിൽ ഇന്ത്യൻ ഓഷ്യൻ അങ്ങനെ പോലെയുള്ള സമുദ്രമല്ല, ഒരു ഗൾഫ് ഏരിയയാണ്. അതുകൊണ്ടാണ് അധികം വലിയ തിരകളൊന്നും ഇവിടെ കാണുന്നില്ല. അപ്പോൾ ഗൾഫ് ഓഫ് തായ്ലൻഡ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ മറുകര ചിലപ്പോൾ തായ്ലൻഡിൻ്റെ ഫുക്കറ്റ് ഭാഗങ്ങളൊക്കെ ആയിരിക്കാം, അല്ലെങ്കിൽ മലേഷ്യയുടെ ഏതെങ്കിലും ഒരു ഭാഗമായിരിക്കാം. അങ്ങനെ തിരകൾ അധികമില്ല. അതുപോലെ തന്നെ നിരവധി നീളത്തിൽ, അതായത് നല്ല ദൂരത്തിലോട്ട് നമുക്ക് ശരിക്കും ഇറങ്ങി ചെല്ലാൻ പറ്റും. അത്രയ്ക്ക് തീരമുള്ള ബീച്ചുകളാണിത്. ഫുക്കോക്ക് ഐലൻഡിന്റെ പടിഞ്ഞാറൻ തീരത്തുള്ള ഒരു റിസോർട്ടിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്കിവിടെ സൺസെറ്റൊക്കെ ശരിക്കും ആസ്വദിക്കാൻ പറ്റുന്നത്. അങ്ങനെ സൺസെറ്റിന് ശേഷം ഞാൻ പതുക്കെ റിസോർട്ടിന്റെ കുറച്ച് കാഴ്ചകളിലേക്ക് ഇറങ്ങി. അപ്പോൾ ഈ ഫുക്കോക്ക് ഐലൻഡിനെ പറ്റി പറയുമ്പോൾ വേറൊരു സവിശേഷത കൂടിയുണ്ട്. നമ്മൾ ഇന്ത്യക്കാർക്ക് വിയറ്റ്നാമിലേക്ക് വരാനായിട്ട് വിസ വേണം. പക്ഷേ ഈ ഐലൻഡിലേക്കാണ് നമ്മൾ ഡയറക്റ്റ് വരുന്നതെങ്കിൽ നമ്മൾക്ക് വിസയുടെ ആവശ്യമില്ല. ഇന്ത്യക്കാർക്ക് തികച്ചും വിസ ഫ്രീ ആണ് ഇവിടെ. പക്ഷേ ഇവിടെ നിന്ന് നമ്മൾ വിയറ്റ്നാമിൽ വേറെ ഏതെങ്കിലും സിറ്റിയിലോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് വിസയുടെ ആവശ്യമുണ്ട്. ഈ വിസയോ അല്ലെങ്കിൽ സ്റ്റാമ്പ് വിസ നമുക്ക് വേണ്ടി വരും. അങ്ങനെ ബീച്ചിൽ നന്നായി നീന്തി കുളിച്ചും അതുപോലെ തന്നെ ഇവിടെയുള്ള സ്വിമ്മിംഗ് പൂളിലൊന്ന് കുളിച്ച് ഫ്രഷായി ഞങ്ങൾ ഇന്നിപ്പോൾ വൈകുന്നേരം ഫുക്കോക്കിലുള്ള ഒരു നൈറ്റ് മാർക്കറ്റിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. ഇവിടെയുള്ളൊരു പ്രശസ്തമായ നൈറ്റ് മാർക്കറ്റാണ്. നൈറ്റ് മാർക്കറ്റ് ആ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ വൈകുന്നേരമാണ് അത് സജീവമാകുന്നത്. നിരവധി ഷോപ്പുകളും അതുപോലെ സൊവനിയേഴ്സ് വിൽക്കുന്ന കടകളൊക്കെ ഈ മാർക്കറ്റിലുണ്ട്.
അതുപോലെ തന്നെ റെസ്റ്റോറൻറ്റുകളുടെ ഒരു നിര തന്നെയാണ് ഇവിടെ ഉള്ളത്. സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ് കൂടുതലും, അതായത് ലൈവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന റെസ്റ്റോറൻറ്റ്സ്. നമുക്ക് ആവശ്യമുള്ള ഐറ്റംസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്തതിന് ശേഷം അവരടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ടുള്ളത് നമ്മളോട് ചാർജ് ആക്കിയിട്ട് അവർ ലൈവായിട്ട് നമുക്കത് പ്രിപ്പയർ ചെയ്ത് തരും. നമ്മൾ സാധാരണ കഴിക്കുന്ന ഐറ്റംസ് തന്നെയാണ്. ഷ്രിംസ്, അതുപോലെ ലോബ്സ്റ്റർ, പിന്നെ ഒക്ടോപ്പസ് ഒക്കെ ഉണ്ട്. അങ്ങനെ ഓടായിട്ട് എനിക്ക് അധികം തോന്നിയില്ല. ആകെ കണ്ടത് ചില സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ തവളയെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് പൊരിച്ചു തരും. പിന്നെ നമ്മൾ ഇതുവരെ കാണാത്തൊരു ഇത് തോന്നിയത് എനിക്ക്, ഈ കോഴിയുടെയൊക്കെ കാലുണ്ടല്ലോ, ആ കാലിങ്ങനെ മുറിച്ച് വെച്ചിട്ടുണ്ട്. അത് പൊരിച്ചിട്ട് നമുക്കൊരു സോസിലൊക്കെ മുക്കി ആൾക്കാർ അവിടെ ഇരുന്ന് കഴിക്കുന്നത് കണ്ടു. അത് കണ്ടു നിൽക്കാൻ മാത്രമേ എനിക്ക് പറ്റിയുള്ളൂ. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ ആ ഭാഗത്തുനിന്ന് മാറി. നൈറ്റ് മാർക്കറ്റ് ഒന്ന് ചുറ്റി നടന്ന് കാണുക എന്ന ഉദ്ദേശം മാത്രമേ ഇന്നുള്ളൂ. ഞങ്ങൾ സാധനങ്ങളൊന്നും വാങ്ങിക്കുന്നില്ല. ഒന്നാമത്തെ ഞങ്ങൾ ഇന്ന് വന്നിട്ടേ ഉള്ളൂ. അതുപോലെ തന്നെ ഇത് മെയിൻലാൻഡിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരു ഐലൻഡ് ആണല്ലോ, അപ്പോൾ സാധനങ്ങൾക്കൊക്കെ വില കൂടുതലായിരിക്കാം. ഇനി ഡനാങ്ങിൽ പോകുന്നുണ്ട്, അപ്പോൾ ചെറിയൊരു പർച്ചേസൊക്കെ അവിടെ നടത്താം. അങ്ങനെ വിചാരിച്ച് ഞങ്ങൾ ആ ഭാഗത്തു കൂടെയൊക്കെ നടക്കുകയാണ്. ഞങ്ങളുടെ തായ്ലൻഡ് ട്രിപ്പിലും ഇതുപോലെ നൈറ്റ് മാർക്കറ്റിലേക്ക് പോയിരുന്നു. അവിടെയുള്ള നൈറ്റ് മാർക്കറ്റുകൾ കുറച്ചുകൂടി തിരക്കുള്ളതായിരുന്നു. ഇവിടെ അത്രയ്ക്ക് തിരക്ക് അനുഭവപ്പെടുന്നില്ല. അങ്ങനെ കാഴ്ചകളൊക്കെ കുറച്ചുകൂടി കണ്ടതിന് ശേഷം ഇപ്പോൾ ഏകദേശം 11 മണി 11:30 ആയിട്ടുണ്ട്. ഇന്ന് യാത്ര ചെയ്തതിൻ്റെ കൂടെ ക്ഷീണമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നേരെ മാർക്കറ്റിൽ നിന്നിറങ്ങി ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം രാവിലെ സ്വിമ്മിംഗ് പൂളിൽ ഒരു കുളിയും അതുപോലെ തന്നെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ഫുക്കോക്ക് ഐലൻഡിലെ കാഴ്ചകൾ കാണാൻ ഇറങ്ങിയാണ്. കാഴ്ച എന്ന് പറയുമ്പോൾ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹോൺതോം കേബിൾ കാർ എന്ന് പറയുന്ന കടലിന് മീതെയുള്ളൊരു കേബിൾ കാർ റൈഡാണ്. അതാണ് ലക്ഷ്യമാക്കിയിരിക്കുന്നത്. പക്ഷെ അതിനിടയിൽ ഒരു പേൾ ഫാം ഉണ്ടെന്ന് നമ്മുടെ ഡ്രൈവറേട്ടൻ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ആ പേൾ ഫാമിലെ കാഴ്ചകളൊന്നും കാണാൻ ആദ്യം ഇറങ്ങി. വിയറ്റ്നാം ശരിക്കും ഈ പേൾ കൃഷി ചെയ്യുന്നതിൽ, അതായത് നല്ല നല്ല മുത്തുകൾ കൃഷി ചെയ്യുന്നതിൽ വളരെ പ്രശസ്തമായ ഒരു രാജ്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് കൃഷി ചെയ്യുന്നത്, അവരത് ശേഖരിക്കുന്നത് എങ്ങനെയൊക്കെയാണെന്ന് കാണിക്കുന്ന ഒരു എക്സിബിഷൻ സ്റ്റോൾ പോലെയാണ്. താഴത്തെ നിലയിലെ പേൾ ഫാമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമ്മൾ പിന്നെ മുകളിലത്തെ നിലയിലോട്ട് ചെല്ലുകയാണ്. ഇവിടെ ഒരു എക്സിബിഷൻ ഗാലറി പോലെയാണ്. കോറലുകൾ എങ്ങനെയാണ് ഫോം ചെയ്യുന്നത് അതൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. ആ കാഴ്ചകൾ കണ്ടിട്ട് അടുത്തൊരു ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഒരു ഷോപ്പിംഗ് സെന്റർ ആണ്. അതായത് ഈ നമ്മൾ താഴെ കണ്ട ആ മുത്തുകളൊക്കെ ഇവിടെ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ്. മുത്തുകൾ ശേഖരിച്ചിട്ട് അതിൻ്റെ ഓരോ സമയമാകുമ്പോൾ നല്ല വെളുത്തതും മഞ്ഞ നിറത്തിലുള്ള മുത്തുകളൊക്കെ ശേഖരിച്ച് ഇവരെ ഇവിടെ ഈ ഇതൊരു കൗണ്ടറാണ്, ഷോപ്പിംഗ് കൗണ്ടറാണ് അത്. ആ സെയിൽസ് കൗണ്ടറിൽ വെച്ചിട്ട് നമ്മൾക്ക് ആവശ്യമുള്ള സഞ്ചാരികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രീതിയിലുള്ള മുത്തുകൾ ഏതാണോ ആ മുത്തുകൾ കൊണ്ടുള്ള നിരവധി ആഭരണങ്ങളാണ്. നെക്ലസുകളുണ്ട്, അതുപോലെ മാലകൾ, കമ്മലുകൾ, ഇതൊക്കെ നമ്മൾക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഇവിടുന്ന് വാങ്ങിക്കാം. പക്ഷെ ഞങ്ങളത് നോക്കാൻ കൂടി പോയില്ല. അതായത് വിലയൊന്നും നോക്കിയില്ല, വെറുതെ കാഴ്ചകളൊക്കെ കണ്ടു നടന്നുള്ളൂ. നമുക്ക് സംശയമാണ്, കാരണം ഇതൊക്കെ ഒറിജിനലാണോ. പക്ഷെ അത് മാത്രമല്ല, വാങ്ങിക്കാനുള്ള പൈസയും ഇല്ല. അതുകൊണ്ട് കാഴ്ചകൾ കാണുക എന്നുള്ള രീതി ഞങ്ങൾ നടന്നു. നല്ല ഭംഗിയുള്ള മാലകളൊക്കെ ഈ മുത്തുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നതൊക്കെ അവിടെ കാണാം. പേൾ ഫാമിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങളൊരു ഹൈവേ കൂടെ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വലിയ ഹൈവേ ആണ്. ഇപ്പോഴും അതിൻ്റെ വികസന പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്, വീതി കൂട്ടൽ പരിപാടികളൊക്കെ. അങ്ങനെ കുറേ ദൂരം ചെന്ന് ഞങ്ങളൊരു ടൗൺഷിപ്പ് ഏരിയയിലെത്തി. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ഇവിടെ നിരവധി ഓഫീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് വേറൊന്നിനുമല്ല, ഹോൺതോം കേബിൾ കാർ എന്ന് പറഞ്ഞൊരു പ്രശസ്തമായൊരു കേബിൾ കാർ ഈ ഫുക്കോക്ക് ഐലൻഡിലാണ്. തെക്ക് ഭാഗത്താണ്, വിയറ്റ്നാമിൻ്റെ തെക്ക് ഭാഗത്തുള്ള ഒരു ഐലൻഡിലാണ് ഇപ്പോൾ നമ്മൾ ചെന്നിരിക്കുന്നത്. സോ ഫ്രണ്ട്സ്, നമ്മളുടെ കേബിൾ കാർ യാത്ര ആരംഭിക്കുകയാണ്. ഈ യാത്ര ആരംഭിക്കുന്ന സ്റ്റേഷന്റെ പേരാണ് അൻതോയ്. ശരിക്കും ഒരു യൂറോപ്യൻ ശൈലിയിലാണ് ഈ അൻതോയ് സ്റ്റേഷൻ നിർമ്മിച്ചിരിക്കുന്നത്. അതായത് പുരാതന യൂറോപ്യൻ നഗരങ്ങളെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ശില്പകലയും അതുപോലെ വർണ്ണാഭമായ കെട്ടിടങ്ങളൊക്കെ ഇവിടെ കാണാൻ പറ്റും. പിന്നീട് നമ്മൾ ഉയരങ്ങളിലോട്ട് ചെല്ലുന്തോറും ആഹാ, താഴെ നല്ല വിരിഞ്ഞു നിൽക്കുന്ന നീലക്കടൽ, അതുപോലെ ചെറുതും വലുതുമായ ദ്വീപുകൾ, മത്സ്യബന്ധന ബോട്ടുകളൊക്കെ അങ്ങായിട്ട് നിൽക്കുന്നുണ്ട്. അതുപോലെ പച്ചപ്പ് മൂടിയ മലനിരകൾ. എന്തൊരു ഭംഗിയാണെന്നറിയാമോ? ഈ കേബിൾ കാറിലൂടെ നമുക്കൊരു 360 ഡിഗ്രി പനോരമിക് വ്യൂ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഈ പില്ലറുകളുടെ പൊക്കം നോക്കിയേ, എത്ര ഹൈറ്റിലാണെന്നറിയാമോ അത്? അതായത് ഏകദേശം 8 കിലോമീറ്റർ ദൂരമുണ്ട് ഈ മൊത്തം റൈഡിന്. നമ്മളുടെ നാട്ടിലൊക്കെ നമ്മൾ സാധാരണ കണ്ടിരിക്കുന്നത് ഒരു 400 മീറ്റർ അല്ലെങ്കിൽ 500 മീറ്ററുള്ള കേബിൾ കാറുകളൊക്കെയാണ്. ആകെയുള്ളത് മലമ്പുഴയിലൊക്കെയാണ് അല്ലേ.
പക്ഷെ ഇത് ഇവര് നിർമ്മിച്ചേക്കണ നോക്കിയേ, 8 കിലോമീറ്റർ ഇങ്ങനെ ദൂരത്തില് വലിയ വലിയ പില്ലറുകളുടെ മുകളിലൂടെ കടലിന്റെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഒരു സാഹസിക യാത്ര തന്നെയാണ് നമുക്കിത് പ്രദാനം ചെയ്യുന്നത്. പക്ഷെ വളരെ സേഫാണ്. ഏകദേശം 20-25 മിനിറ്റ് നീണ്ട ഒരു കേബിൾ കാർ റൈഡിന് ശേഷം ഞങ്ങളിപ്പോൾ ടോപ്പ് സ്റ്റേഷനിലെത്തി. ഇനി ഞങ്ങൾ അവിടെ ചെന്നിട്ട് ടോപ്പ് സ്റ്റേഷനിലെ ഗാർഡൻ, അതുപോലെ അമ്യൂസ്മെന്റ് പാർക്ക് ഇതൊക്കെ ഒന്ന് കാണണം. അതുപോലെ ഉച്ച സമയമാണ്, കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കുകയും ചെയ്യണം. അങ്ങനെയൊക്കെ ആലോചിച്ച് ഞങ്ങൾ ടോപ്പ് സ്റ്റേഷനിലെ ആ ഗാർഡനിലൂടെ നടക്കുകയാണ്. അപ്പോൾ ആദ്യം ചെല്ലുന്നത് തന്നെ ഒരു വലിയൊരു ജാപ്പനീസ് ഗാർഡന്റെ ഏരിയയിലായിട്ടാണ്. അപ്പോൾ അവിടെ നിരവധി വർണ്ണ മത്സ്യങ്ങളും അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള രീതിയിൽ തന്നെയാണ് ആ ഗാർഡനൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയ കുളം, അതിൽ ഫൗണ്ടൈനൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കണ്ട് തേജുവിന് നല്ല സന്തോഷമായി. അവനിങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് എടുക്കാമല്ലോ. അങ്ങനെ മീനിൻ്റെ കാഴ്ചയും പിന്നീട് ആ തണലിൽ കൂടെയുള്ള നടത്തമൊക്കെ ആയപ്പോൾ തന്നെ നമുക്കും ഒരു മനസ്സിന് സന്തോഷമായിരുന്നു അത്. ഗാർഡനിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് ഞങ്ങൾ ഇനി ഉച്ചഭക്ഷണം കഴിക്കാനുള്ള ഒരുക്കത്തിലാണ്. ഭക്ഷണപ്രേമികൾക്ക് പറ്റിയൊരു ഇടമാണ് കേട്ടോ. നിരവധി റെസ്റ്റോറൻറ്റ്സ് ഇവിടെയുണ്ട്. തായ് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, അതുപോലെ തനത് വിയറ്റ്നാമി റെസ്റ്റോറൻറ്റ്സ്, മറ്റുള്ള ഏഷ്യൻ റെസ്റ്റോറൻറ്റ്സ്, യൂറോപ്യൻ ശൈലിയിലുള്ളത്, അങ്ങനെ ഏത് തരത്തിലുള്ള റെസ്റ്റോറൻറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ്. പിന്നീട് നിരവധി സോവനിയർ ഷോപ്പുകളൊക്കെ കാണാം. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ബിയർ പ്രേമികൾക്ക് പറ്റിയൊരു സ്ഥലം. നിരവധി ബിയർ ഗാർഡനുകൾ ഇവിടെയുണ്ട്. ഈ ബിയർ ഗാർഡനുകൾ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് നമ്മൾ അവിടെ ചെന്നാൽ ഒരു ബിയർ വാങ്ങിച്ചു പോകും എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല തണലുള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ ഞാനും വാങ്ങിച്ചു. ഈ ടിക്കറ്റിൻ്റെ ഒപ്പം തന്നെ നമുക്കൊരു ബിയർ ഫ്രീ ഉണ്ട്. ഒരു ടവർ ബിയർ തന്നെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും. പിന്നീട് നമ്മൾക്ക് വാങ്ങിക്കണമെങ്കിൽ എക്സ്ട്രാ പൈസ കൊടുത്താൽ മതി. ഫാമിലിയുമായിട്ടോ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടൊക്കെ വരികയാണെങ്കിൽ നന്നായിട്ട് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. അധികം തിരക്കൊന്നുമില്ല. ചിലപ്പോൾ ഈ വോറിന്റെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു അധികം സഞ്ചാരികളൊന്നും ഇതുവരെ എത്തിയിട്ടില്ല. എന്നാലും ഒട്ടും തിരക്കില്ലാതെ സ്വച്ഛമായിട്ട് ഇങ്ങനെ വിഹരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണിത്. പിന്നെ ഞങ്ങൾ നടന്നെത്തിയത് ഒരു അമ്യൂസ്മെന്റ് പാർക്കിന്റെ അടുത്താണ്. നമ്മളിവിടെ സാധാരണ കാണുന്ന പോലെയൊക്കെ തന്നെയുള്ള പാർക്ക്, കുറച്ചും കൂടിയൊക്കെ ഭംഗിയുണ്ട് കാണാൻ. നല്ല വെയിലായതുകൊണ്ട് ആൾക്കാരൊക്കെ ശരിക്കും വെള്ളത്തിൽ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പിന്നെ പാർക്കിൽ ഇറങ്ങാനുള്ള ഒരു തയ്യാറെടുപ്പിലല്ല വന്നിരിക്കുന്നത്. ഇവിടെയുള്ള കാഴ്ചകൾ മാത്രം കാണാനാണ്. അപ്പോൾ അതിനുള്ള ഡ്രസ്സൊന്നും എടുത്തിട്ടില്ല. അതുമാത്രമല്ല, തേജുവിന് അങ്ങനത്തുള്ള റൈഡുകളൊന്നും ഇറങ്ങാനുള്ള പ്രായമായിട്ടില്ലല്ലോ. അപ്പോൾ അവിടെയുള്ള കാഴ്ചകൾ കണ്ട് അവിടുത്തെ അമ്യൂസ്മെന്റ് പാർക്ക് എങ്ങനെയൊക്കെയാണ് നമ്മളുടേതുപോലെ വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നത് ഈ കാണുന്ന കാഴ്ചകളൊക്കെ കണ്ടിട്ട്, അല്ലേ? അങ്ങനെ ഹോൺതോണിന്റെ പ്രധാനപ്പെട്ട കേബിൾ കാർ യാത്ര ചെയ്തിട്ട് പിന്നെ അവിടെയുള്ള കാഴ്ചകളൊക്കെ കുറച്ച് കണ്ടു. ഇവിടെ നമുക്ക് അധികം ചെയ്യാനില്ല. നേരത്തെ കണ്ട പോലെ ഒരു അമ്യൂസ്മെന്റ് പാർക്കൊക്കെയാണ് ഉള്ളത്. എന്നാൽ ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഒരു കേബിൾ കാർ യാത്ര തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ്. തിരിച്ചു പോകുമ്പോൾ നമ്മൾ വന്ന പോലെ അല്ല കേട്ടോ, നല്ല തിരക്കാണ് കൗണ്ടറിൽ. അപ്പോൾ ഇനി കേബിൾ കാർ നമുക്ക് അടുത്ത കേബിൾ കാറിലോട്ട് കയറുന്നതിന് വേണ്ടിയിട്ട് നല്ല വലിയൊരു ക്യൂ തന്നെയുണ്ട്. അങ്ങനെ ഞങ്ങളുടെ കൂടെ എത്തി ഞങ്ങളൊരു കേബിൾ കാറിൽ കയറി വീണ്ടും നമ്മൾ വന്ന കാഴ്ചകളൊക്കെ തന്നെ വീണ്ടും കണ്ടുകൊണ്ടാണ് കേട്ടോ പോകുന്നത്. കടലിന് മീതെ നല്ലൊരു കാഴ്ച സമ്മാനിക്കുന്ന ഒരു യാത്ര തന്നെയാണ്. നേരത്തെ പറഞ്ഞല്ലോ, നല്ല ഉയരത്തിലാണ് ഈ ഓരോ പില്ലറൊക്കെ ഇങ്ങനെ പണിതിരിക്കുന്നത്. അപ്പോൾ ഈ ആർക്കിപ്പെലിയോ പോലെയുള്ള കുറേ ഏരിയ ഒക്കെ നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റും. ചെറുതും വലുതുമായിട്ടുള്ള ഐലൻഡ് എന്ന് പറയാനില്ല, വളരെ അവിടെ വേറൊരു ആൾതാമസം അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ ചെറിയൊരു പച്ചത്തുരുത്തുകളാണത്. അപ്പോൾ അതിൻ്റെ മീതെ കൂടിയുള്ള യാത്ര അങ്ങനെ തുടരും. കേബിൾ കാർ അങ്ങനെ താഴെയുള്ള ആൻതോയ് സ്റ്റേഷൻ്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. മുകളിൽ നിന്നുള്ള ആ മനോഹരമായ ജലാശയത്തിൽ ബോട്ടുകളൊക്കെ ഇങ്ങനെ നിരന്നു കിടക്കുന്നു. ആ കാഴ്ചകളൊക്കെ കാണാനുള്ള ഒരു അവസരം കൂടിയാണ്. അങ്ങനെ ആ വശ്യസുന്ദരമായ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുകയും ഞങ്ങളുടെ വിയറ്റ്നാമിലെ 2ാമത്തെ ദിവസം അങ്ങനെ അവസാനിക്കുകയായിരുന്നു. അടുത്ത കാഴ്ചകളുമായി അടുത്ത എപ്പിസോഡിൽ ബൈ.